മണ്ണിലെ മാണിക്യം പോയി പാല അനാഥമാണ്. കുട്ടിയമ്മ ഒന്നാം ഭാര്യയാണെങ്കിൽ പാല രണ്ടാം ഭാര്യയാണ്. KM മാണിയെക്കുറിച്ച് എപ്പോഴും പാലയെക്കുറിച്ചുമുള്ള വിശേഷണം ഇങ്ങനെയാണ് KM മാണി പറയുന്നത്. പാലായ്ക്ക് ഒരു ഭർത്താവേ ഉള്ളൂ, അത് KM മാണിയാണെന്ന് എല്ലാവർക്കും അറിയാം. പാലാ നിയോജക മണ്ഡലം രൂപീകൃതമായ അന്നു മുതൽ ഇന്ന് വരെ പാലായ്ക്ക് ഒരു പ്രതിനിധിയേ ഉള്ളൂ, ഒരു MLA മാത്രമേ ഉള്ളൂ. അത് പാലായുടെ സ്വന്തം KM മാണിയാണ്. മറ്റാരെയും പാലാക്കാർ ഇതുവരെ ഇവിടെ നിന്നും ജയിപ്പിച്ചിട്ടില്ല. അതാണ് പാലായും മാണിയും തമ്മിലുള്ള വലിയ ബന്ധം. വിവാദങ്ങൾ പലതും വന്നു. രാഷ്ട്രീയ കൊടുങ്കാറ്റ് പലപ്പോഴും മാഞ്ഞു വീശി. പക്ഷേ പാലായുടെ ജനമനസ് മാണിക്കൊപ്പം തന്നെ അടിയുറച്ചു നിന്നു. ബാർക്കോഴ വിവാദം അലയടിച്ചിട്ടും 2016 KM മാണി വിജയിച്ചു കയറി. അതായിരുന്നു പാലായുടെ ജനമനസ്. ഒരു മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ അവിടെ മത്സരിക്കുക, എല്ലാ തിരഞ്ഞെടുപ്പിലും വിജയിച്ച് MLA ആയി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുക, ഒരുപക്ഷെ മറ്റൊരു ജനപ്രതിനിധിക്കും അവകാശപ്പെടാനില്ലാത്ത അസൂയാവഹമായ ഈ ഒരു റെക്കോർഡ് KM മാണിക്ക് മാത്രമാണ് സ്വന്തമായിരിക്കുക. കേരളമാകെ ഇടതുകാറ്റ് ആഞ്ഞു വീശിയിട്ടും പാലായിൽ മാത്രം മാണി കുലുങ്ങിയില്ല. കാരണം പാല മാണിക്കൊപ്പം നിൽക്കുമെന്ന് മറ്റാരെക്കാളും നന്നായി KM മാണിക്കറിയാം. K. ബാബുവും മാണിയും ബാർക്കോഴയിൽ കുടുങ്ങിയ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ മാണി ഗോകുല അതിന് മുമ്പൊന്ന് എടുത്തത് കിടപ്പുണ്ട് മോനെ, അതിന് മുമ്പൊന്ന് ഇവിടുന്ന് എടുത്തിട്ടത് കിടപ്പുണ്ട്. അവസാനം പച്ചേ അവൻ പഠിച്ചു. K. ബാബുവും മാണിയും ബാർക്കോഴയിൽ കുടുങ്ങിയ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ മാണി തോൽക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും വിധിയെഴുതിയെങ്കിലും മാണി പാലയ്ക്കൊപ്പം നിന്നു, പാല മാണിക്കൊപ്പം നിന്നു. പാല മാണിയെ കൈവിട്ടില്ല. KM മാണി എന്നാൽ പാലയാണ് എന്ന് അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഫലം. അരനൂറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ചെളി തെറിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് പാലായും മാണിയും നൽകിയ മറുപടി എന്നാണ് അതിനെ അന്ന് കേരളം വിശേഷിപ്പിച്ചത്. 1965 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചത്. കോൺഗ്രസിന് 36ഉം കേരള കോൺഗ്രസിന് 23 സീറ്റും ലഭിച്ച തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ നിയമസഭ സമ്മേളിച്ചില്ല. 67 തിരഞ്ഞെടുപ്പിലും KM മാണി പാലയിൽ സ്ഥാനാർത്ഥിയായി. 75 പാലായ്ക്ക് ആദ്യമായി മന്ത്രിയെ സമ്മാനിച്ചുകൊണ്ട് മന്ത്രി പദത്തിലെത്തി. പിന്നീട് വലിയ വിജയഗാഥയായിരുന്നു KM മാണിയുടേത്. ഒരിക്കൽ KM മാണി പറയുകയുണ്ടായി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏത് എക്സിറ്റ് പോൾ പ്രവചിച്ചാലും എനിക്ക് പ്രശ്നമല്ല, എന്നെ പാലാക്കാർ കൈവിടില്ല. ഇന്നോളം ആ വിശ്വാസത്തിന് കോട്ടം തട്ടിയിട്ടുമില്ല. പാലായുടെ MLA ആയി അദ്ദേഹം ജീവിച്ചു, പാലായുടെ MLA ആയി തന്നെ യാത്രയുമായി. ഇപ്പോൾ പാല അനാഥമായിരിക്കുകയാണ്, കേഴുകയാണ്. ഇനി KM മാണിയെപ്പോലെ ഒരു ജനനേതാവ് അവർക്ക് സ്വന്തമാകുമോ? ഓരോ പാലാക്കാരുടെ വാക്കുകളിലും ആ ദുഃഖം തെങ്ങി നിൽക്കുമ്പോൾ ആ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. എന്തൊക്കെ